തിയറിന്റെ അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് ഡെന്റിസ്ട്രിയിൽ ക്ലിനിക്കൽ ഏരിയ എന്നുള്ളത്. നമ്മൾ തേർഡ് ഇയർ തൊട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. സോ എന്താണ് MBBS BDSലെ മേജറായിട്ട് ഡിഫറൻസ് തോന്നി? ബേസിക്കലി പറയുകയാണെങ്കിൽ കുറെ കൺഫ്യൂഷൻസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. BDS കഴിഞ്ഞു കഴിഞ്ഞാലുള്ള സാലറി കുറച്ചും കൂടി സർജിക്കൽ സ്കിൽ ആയതുകൊണ്ട് തന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനുള്ള ഒരു സമയം ഡെഫിനറ്റ്ലി ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നീറ്റ് UG എക്സാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്ന ഒരു ഏരിയ ഡെഫിനറ്റ്ലി ഡെന്റിസ്ട്രി BDS എന്നുള്ള കാര്യമാണ്. ടൂത്ത് സ്പെയർ എന്നുള്ള ഒരു ഇവന്റ് എക്സ്ക്ലൂസീവ്ലി BDS ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. രാവിലെ 9 മണി മുതൽ 1 മണി വരെ ഓഫ്ലൈൻ ആയിട്ടുള്ള ഇവന്റ് ആണ്. വെരി സ്ട്രോങ്ലി അഡ്രസ് ചെയ്യേണ്ട പ്രോബ്ലം അവിടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ട്. മാത്രമല്ല ഒരു കോസ്മെറ്റോളജി റിലേറ്റഡ് ആണ് എന്നുള്ളതാണ്. ഹാഫ് മൈൻഡഡ് ആയിട്ട് വരുന്നതൊക്കെ നല്ലത്. എടുക്കാൻ താല്പര്യമുള്ളവന് എടുക്കുക, അല്ലാത്തവന് വേറൊരു മേഖലയിലോട്ട് പോയി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഹായ് ഓൾ, നമ്മുടെ കൂടെയുള്ള ഡോക്ടർ ആഷിഖ് സാറാണ്. കാലിക്കറ്റ് ഡെന്റൽ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡെന്റിസ്റ്റാണ് നമ്മുടെ കൂടെയുള്ളത്. സോ എന്തുകൊണ്ട് ആഷിഖ് സാർ ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്നു വെച്ച് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് അഡ്മിഷൻ്റെ സമയത്താണ് ഒരുപാട് പേർക്ക് MBBS BDS കൺഫ്യൂഷൻ അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. എനിക്ക് തന്നെ പേഴ്സണലി ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് തന്നെ കേൾക്കണം എന്നാണ് എൻ്റെയും താല്പര്യം. സോ എന്താണ് MBBS BDSലെ മേജറായിട്ട് ഡിഫറൻസ് തോന്നി? ബേസിക്കലി പറയുകയാണെങ്കിൽ കുറെ കൺഫ്യൂഷൻസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ്. BDS നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത് MBBSന്റെ സബ്ജക്ട്സിന്റെ കൂടെ തന്നെ ഡെന്റിസ്ട്രിയിലൂടെ കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡെന്റൽ ഏരിയയിലുള്ള കുറച്ച് സബ്ജക്ട്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അക്കാഡമിക്കലി നോക്കുകയാണെങ്കിൽ ഒരു തേർഡ് ഇയർ വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഡിക്കൽ സബ്ജക്ട്സിന്റെ കൂടെ തന്നെ ഡെന്റൽ പഠിച്ച് ഫൈനൽ ഇയർ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്ക്ലൂസീവ്ലി ഡെന്റിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സുകൾ പഠിക്കുന്നു എന്നുള്ളതാണ് ഒരു അക്കാഡമിക് ഡിഫറൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ MBBS ഫസ്റ്റ് ഇയർ പഠിക്കുന്ന പോലെ അനാട്ടമി വെച്ച് തുടങ്ങിയിട്ട് 19 സബ്ജക്ട്സ് നമുക്ക് 19 സബ്ജക്ട് തന്നെയാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഇയർ തേർഡ് ഇയർ സെയിം ആസ് മെഡിക്കൽ സ്റ്റുഡൻസിന്റെ കൂടെ തന്നെ, ബട്ട് അതിന്റെ കൂടെ തന്നെ 1-2 ഡെന്റൽ സബ്ജക്ട്സുകൾ എന്തുണ്ടാവും, എക്സ്ക്ലൂസീവ്ലി ഉണ്ടാവും, പഠിക്കാനുണ്ടാവും എന്നുള്ളതാണ്. കുറെ കുട്ടികൾക്കുള്ള കൺഫ്യൂഷൻ, BDSലേക്ക് പോയി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ടഫർ ആണോ, പാസ്സാവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടു. എന്താണ് അതിന്? അല്ല, ബേസിക്കലി പാസ്സാവാൻ ബുദ്ധിമുട്ടല്ല, നമുക്ക് ക്ലിനിക്കൽ വർക്കും കൂടി അതിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. തിയറിന്റെ അതേപോലെ ഇമ്പോർട്ടന്റ് ആണ് ഡെന്റിസ്ട്രിയിൽ ക്ലിനിക്കൽ ഏരിയ എന്നുള്ളത്. സോ ഫസ്റ്റത്തെ 2 വർഷം കുറച്ചും കൂടി പ്രീ ക്ലിനിക്കൽ വർക്ക്സ് ഉണ്ടാവും. തേർഡ് ഇയർ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലിനിക്കൽ വർക്ക്സ്. നമ്മൾ തേർഡ് ഇയർ തൊട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. നോട്ട് എന്താ പറയുക, കൺസൾട്ട് ചെയ്യില്ല, ട്രീറ്റ് ചെയ്ത് അവർക്കുള്ള അസുഖത്തിനുള്ള പരിഹാരം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ സ്റ്റുഡന്റ് ആയിട്ടല്ല ഇന്ററാക്ട് ചെയ്യുന്നത്, അല്ല, നമ്മൾ അവിടെ പക്ക ഡോക്ടറായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്. തേർഡ് ഇയർ മുതൽ അതിന്റെ ഒരു ഡിഫിക്കൽട്ടീസ് ചിലപ്പോൾ കോഴ്സിന് സമയത്ത് ഉണ്ടാവാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു കുറച്ച് കോട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് ഡിഫിക്കൽട്ട് ആണെന്ന് മേ ബി തോന്നാം. ഓക്കെ, സോ അതിൻ്റെ കൂടെയുള്ള എനിക്ക് കിട്ടുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ് BDS കഴിഞ്ഞു കഴിഞ്ഞാലുള്ള സാലറി. MBBSനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സാലറി ലോ ആണ്. എന്താണ് ആഷിഖ് സാറിന് അതിൽ കമന്റ് ചെയ്യാൻ? ബേസിക്കലി ലോ എന്നല്ല, ഇത് പ്യൂർലി നമ്മുടെ സ്കില്ല് ബേസ് ചെയ്തിട്ടാണ് ഇതിന്റെ ഒരു സാലറി സ്കെയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കുറച്ചും കൂടി സർജിക്കൽ സ്കിൽ ആയതുകൊണ്ട് തന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനുള്ള ഒരു സമയം ഡെഫിനറ്റ്ലി ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ജസ്റ്റ് പറയുകയാണെങ്കിൽ MBBSന്റെ പാർട്ടിൽ ഒരു ഓർത്തോ ഡോക്ടറിന് എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ മുട്ടൊക്കെ മാറ്റി വെക്കുന്ന ഒരു സർജനായി മാറാൻ കുറച്ചുകൂടി സമയം എടുക്കുന്നുണ്ട്. അപ്പം ഏർലി ഡോക്ടർ, ഓർത്തോ ഡോക്ടർ ആയിട്ട് ഇറങ്ങിയ ആളുകൾ ചിലപ്പോൾ ഹൈ പെയ്ഡ് ആയിരിക്കില്ല. അതേപോലത്തെ ഒരു സർജിക്കൽ സ്പെഷ്യാലിറ്റി ആണെന്നുള്ള ഒരു ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. ഓൾസോ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്കില്ലഡ് വർക്കേഴ്സ് ആണെങ്കിൽ നമുക്ക് ബേസിക് പ്രൊസീജിയറിൽ കൂടുതലായിട്ട് ബേസിക് പ്രൊസീജിയർ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മളെ കോഴ്സിന്റെ സമയത്ത് തന്നെ നമ്മൾ നല്ല രീതിയിൽ കേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നല്ല കമ്മ്യൂണിക്കേഷൻസ് ബിൽഡ് ചെയ്യുന്ന ഒരു ഡെന്റിസ്റ്റ് ആണെങ്കിൽ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കേസ് പ്രൊസീജിയർ സ്കില്ല് എന്ന് പറയുന്നുണ്ട്. എനിക്ക് തന്നെ പേഴ്സണലി കൺഫ്യൂഷൻ ഉണ്ട്. എൻ്റെ സിസ്റ്റർ ഒരു BDS ഗ്രാജുവേറ്റ് ആണ്, ഇപ്പം PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഷിഖിനെ അറിയായിരിക്കും. അപ്പോൾ എന്താണ് ഇതിൽ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ്, സ്കില്ല് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇത് റിഫൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നത്, അല്ലെങ്കിൽ ആരും ജനിച്ച സമയത്ത് തന്നെ അല്ല, മേ ബി എനിക്കൊക്കെ അറിയുന്നത് പല്ല് പറിക്കുക അല്ലെങ്കിൽ ഒരു ടൂത്ത് ഇംപ്ലാന്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. വേറെ എന്തൊക്കെ കാര്യങ്ങൾ? മോർ ടു എസ്തെറ്റിക്സ് ആണ്. ബേസിക്കലി നമ്മളെ ഫേസിന്റെ കറക്ഷൻസ്, അതുപോലെ തന്നെ ടൂത്തിന്റെ ഇൻഡിവിജ്വൽ കറക്ഷൻസ്, സ്മൈൽ ഡിസൈനിങ്സ്, അങ്ങനത്തെ സമയത്തോട്ടൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി പ്രിസൈസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ആണ്. നമ്മൾ സ്മൈൽ കറക്ഷൻസ് ചെയ്യുക, ചെറിയ ചെറിയ റൂട്ട് കനാൽ പോലത്തെ, അത് കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള നമ്മുടെ സർജറീസ് ഒക്കെ വേറൊരു മേഖലയിലാണ്. ഇതിപ്പോ ഡിഫറെന്റ് ആയിട്ട് തന്നെ പോകാൻ വേണ്ടി പറ്റും. എസ്തെറ്റിക്സ്, സർജിക്കല്, പ്രീ പ്രോസ്തെറ്റിക്, അങ്ങനെ കുറെ ഏരിയയിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ കമ്പി ഇടുന്ന ചികിത്സകൾ, പല്ലിന്റെ അലൈനിങ് ചികിത്സകൾ. അപ്പൊ അത് ഡിഫറെന്റ് ആയിട്ടുള്ള അങ്ങനെ ഒരു മേഖല പറയുകയാണെങ്കിൽ ഏകദേശം എത്ര മേഖലകള്? ബേസിക്കലി 9 മേഖലകളുണ്ട്. MDS എന്നുള്ള സ്പെഷ്യാലിറ്റികൾ 9 മേഖലയുണ്ട്. അതിന്റെ കുറെ സബ് മേഖലകളുണ്ട്. ഫെലോഷിപ്പ് പോലത്തെ ഏരിയയിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സബ് മേഖലകളുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ
പറയുകയാണെങ്കിൽ കോഴ്സിൽ എത്ര ലെങ്ത് വരുന്നുണ്ട്, എത്ര വർഷത്തെ കോഴ്സാണ്? കോഴ്സ് 4.5 വർഷമാണ് കേരളത്തിലുള്ളത്. ഔട്ട്സൈഡ് കേരള 4 വർഷമാണ് ഉണ്ടാവുക. ടോട്ടലി 4.5 വർഷം പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ്, കമ്പൽസറി ഇന്റേൺഷിപ്പും. ഓൾമോസ്റ്റ് 5 ഇയർ പോലെ തന്നെയാണ് കോഴ്സ് ലെങ്ത് വരുന്നത് എന്നുള്ളതാണ് അല്ലേ? സോ ആഷിഖ് സാർ, എനിക്ക് ചോദിക്കാനായി ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് സ്റ്റുഡൻസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒരാൾ അവൈലബിൾ ആക്കാൻ വന്നു കഴിഞ്ഞാൽ ആഷിഖ് സാറിന്റെ നമ്പർ അവൈലബിൾ ആക്കാൻ പറ്റുമോ? എന്താണ് ബേസിക്കലി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നീറ്റ് UG എക്സാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്ന ഒരു ഏരിയ ഡെഫിനറ്റ്ലി ഡെന്റിസ്ട്രി, BDS എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ടൂത്ത് സ്പെയർ എന്നുള്ള ഒരു ഇവന്റ് എക്സ്ക്ലൂസീവ്ലി BDS ജോയിൻ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ പ്രാക്ടീസിംഗ് ആയിട്ടുള്ള ഡെന്റിസ്റ്റുകൾ വാട്ട് ഈസ് ആക്ച്വലി എന്താണ് BDS നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ സ്റ്റുഡൻസിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എന്താണ് അറിയാണ്ട് വന്ന് പെട്ടുപോകുന്ന ആളുകളുണ്ട്. ഓഫ് കോഴ്സ് അതിലൊരു 80 അല്ലെങ്കിൽ 70% ആൾക്കാരും BDS എന്താണെന്ന് അറിയാണ്ട് എടുക്കുന്ന ആൾക്കാരാണ്. സോ അറിഞ്ഞുകൊണ്ട് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഇമ്പാക്ട് ഇറ്റ്സ് എന്താ പറയാ കുറച്ചും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അവോയ്ഡ് ചെയ്യാനോ അത് യൂസ്ഫുൾ ആവും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അല്ലാണ്ട് നമ്മൾ പറഞ്ഞ പോലെ പകുതി ഹാഫ് മൈൻഡഡ് ആയിട്ട് വരുന്നതൊക്കെ നല്ലത് എടുക്കാൻ താല്പര്യമുള്ളവന് എടുക്കുക, അല്ലാത്തവന് വേറൊരു മേഖലയിലോട്ട് പോയി എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഈ ഒരു ഇവന്റ് എന്തെല്ലാം കാര്യത്തിലാണ്? ബേസിക്കലി ഇതൊരു ഹാഫ് ഡേ ഇവന്റ് ആണ്. രാവിലെ 9 മണി മുതൽ 1 മണി വരെ ഓഫ്ലൈൻ ആയിട്ടുള്ള ഇവന്റ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഡെന്റിസ്ട്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്കാഡമിഷ്യൻസ് ആയ ആൾക്കാർ സ്റ്റുഡൻസിന് ഓരോ പർട്ടിക്കുലർ ടോപ്പിക്കിലും അവരോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന സെഷൻ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആക്കാൻ പറ്റുന്നതാണോ? എങ്ങനെയാണ്? അല്ല, നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്താ പറയുക ഒരു ഓട്ടോപ്സി പോലത്തെ കുറച്ചും കൂടി കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ്. സോ ബെറ്റർ ഓഫ്ലൈൻ. ഓൺലൈൻ ഇട്ട് കഴിഞ്ഞാൽ അതിൽ കുറെ കൺഫ്യൂഷൻസ് കൂടുതൽ വീണ്ടും നിൽക്കാനുള്ള ചാൻസ് ഉണ്ടായതുകൊണ്ട് ഓഫ്ലൈൻ ആണെന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഡെഫിനറ്റ്ലി BDSന്റെ നമ്മൾ പറഞ്ഞു ഈ ഡിസ്കഷൻ തന്നെ കീപ്പ് ചെയ്തിരിക്കുന്നത് ഇതേപോലെയുള്ള ഒരുപാട് കൺഫ്യൂഷൻ ഒരാളുകൾക്കുണ്ട്. നമുക്ക് പോകുന്ന മേഖല ജസ്റ്റ് ആ കോഴ്സിന്റെ നെയിം MBBS എന്നോ BDS എന്നുള്ളതായിരുന്നു പോകുന്നതിനേക്കാളും അത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. ഡെഫിനറ്റ്ലി ആഷിഖ് സാറിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് ഫർദർ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ലിങ്ക് കമന്റിൽ ഫസ്റ്റ് പിൻ ചെയ്തു ഡെഫിനറ്റ്ലി നമ്പർ ആഡ് ചെയ്യാം. പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ആളുകളും അല്ലാത്ത ആളുകളും ഡെന്റൽ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ക്വയറീസ് ഉണ്ടെങ്കിൽ BDS റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസ് ഉണ്ടെങ്കിൽ കൺഫ്യൂസർ ആവുന്ന കാര്യങ്ങൾ ചോദിക്കുക. എൻ്റെ ഒരു പേഴ്സണൽ നോട്ട് കൂടെ അതിൻ്റെ ആഡ് ചെയ്യാം. ഞാൻ MBBS 2008 കഴിഞ്ഞ പേഴ്സണാണ്. അപ്പം എൻ്റെ ബാച്ച്മേറ്റ് ഒക്കെ പലതും നെഫ്രോളജി, കാർഡിയോളജി, യൂറോളജി ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതേപോലെ തന്നെ എൻ്റെ ബെസ്റ്റ് ബാച്ച്മേറ്റ് ഒക്കെ ഇപ്പം ഡിഫറൻ്റ് ആയിട്ടുള്ള ഡെന്റൽ MDS ഫീൽഡിലേക്കൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഞാൻ നോക്കുന്ന സമയത്ത് ഏകദേശം അല്ല ബെറ്റർ ആയിട്ടുള്ള പേ സ്കെയിലാണ് കാണുന്നത്, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഡിമാൻഡാണ്. കാരണം എനിക്ക് എൻ്റെ മക്കൾക്ക് ടൂത്ത് റിലേറ്റഡ് ആയിട്ട് പ്രോബ്ലം വന്നപ്പം വെരി സ്ട്രോങ്ലി അഡ്രസ് ചെയ്യേണ്ട പ്രോബ്ലം അവിടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. മാത്രമല്ല ഒരു കോസ്മെറ്റോളജി റിലേറ്റഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്ന സമയത്ത്. ഡെർമറ്റോളജിയുടെ പോലെ തന്നെ വെസ്റ്റേൺസിൽ ഡെവലപ്പ് ചെയ്തു വരുന്ന സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അതേപോലെ അറിഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു സ്റ്റെതസ്കോപ്പ് സ്റ്റോളിൽ ഹാങ് ചെയ്യണം വിചാരിക്കുന്ന ആളുകൾക്ക് പോകാൻ പറ്റിയ ഒരു കോഴ്സും അല്ല എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചുകൊണ്ട് വെക്കുക. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും തോന്നുന്ന അല്ലെങ്കിൽ വേണം തോന്നുന്ന ആളുകൾ എന്തായാലും യൂട്ടിലൈസ് ചെയ്യാം. താങ്ക് യു.